നീ ഇന്ന് നന്നായി റെസ്റ്റ് എടുത്തോ? സിദ്ധാർത്ഥിന്റെ കരുതലോടെയുള്ള ചോദ്യം കേട്ട് നീലിമ കൂടുതൽ പരിഭ്രമിച്ചു. വേറൊന്നും കൊണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥ് അത്ര അടുത്ത് പെരുമാറുമ്പോൾ അവൾ അറിയാതെ അവളുടെ മനസ്സിൽ എന്തോ ഒരു അടുപ്പം തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നീലിമ അത്ര പരിഭ്രമിച്ചത്. തന്റെ പരിഭ്രമം സിദ്ധാർത്ഥ് ശ്രദ്ധിക്കുമോ എന്നവൾ ഭയന്നു. സിദ്ധാർത്ഥ് അത് കണ്ടിരുന്നു. എന്തിനെങ്ങനെ വിറയ്ക്കുന്നേ? ഞാനതിനെന്തെങ്കിലും ചെയ്തു നിന്നെ? സിദ്ധാർത്ഥ് കുസൃതിയോടെ ചോദിച്ചു. അയ്യോ, ഒന്നുമില്ലേ, ഒന്ന് മാറിയിരുന്നേ. നീലിമ അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ ചിരിയോടെ എഴുന്നേറ്റ് മാറി. നിന്റെ ചില നേരത്തെ സംസാരം കേട്ടാ നീ എന്തോ വലിയ പക്വതയൊക്കെയുള്ള ആളാണെന്ന് തോന്നും. ഇപ്പോ ആണേൽ ഒരുമാതിരി ടീനേജ് പിള്ളേരെ പോലെ കളിക്കുന്നു. ശരിക്കും എനിക്ക് നിന്നെ മനസ്സിലാവുന്നേ ഇല്ല, സിദ്ധാർത്ഥ് പറഞ്ഞു. ഇയാളുടെ സംസാരം കേട്ടാ തോന്നും ഞാൻ ഇയാളെ മനസ്സിലാക്കിയിട്ടാണ് ഈ ഇരിക്കുന്നേന്ന്. ചില നേരം സ്നേഹമുള്ളതുപോലെ തോന്നും, പിന്നെ നോക്കുമ്പോ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കില്ല. എനിക്കും നിങ്ങളെ മനസ്സിലാവുന്നില്ല മിസ്റ്റർ, നീലിമ മനസ്സിൽ പറഞ്ഞു. സിദ്ധാർത്ഥ് അവളെ നോക്കിയിരുന്നു. ആ സമയം ടിവിയിൽ സൂര്യ അഭിനയിച്ച ഒരു പരസ്യം കടന്നു പോകുന്നുണ്ടായിരുന്നു. നീലിമ താല്പര്യത്തോടെ പരസ്യം കാണുന്നത് കണ്ട് സിദ്ധാർത്ഥും അവിടേക്ക് നോക്കി. ഇതാ പയ്യനല്ലേ സൂര്യ? സിദ്ധാർത്ഥ് ചോദിച്ചു. ഹാ അതെ, നീലിമ ഉത്സാഹത്തോടെ പറഞ്ഞു. സൂര്യയുടെ കാര്യം പറഞ്ഞപ്പോൾ നീലിമ അത്ര ഉത്സാഹം കാണിക്കുന്നത് സിദ്ധാർത്ഥിന് അത്ര ഇഷ്ടമായില്ല. അവൻ അസൂയയോടെ നീലിമയെ തന്നെ നോക്കി. അവൾ തന്റെ ജോലി വളരെ താല്പര്യത്തോടെയാണ് ചെയ്യുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് സിദ്ധാർത്ഥ് അവളോട് മറ്റൊന്നും ചോദിക്കാതെ സൂര്യയെക്കുറിച്ച് തന്നെ ചോദിച്ചു. ഇവന്റെ കരിയർ ഏതാണ്ട് സെറ്റാക്കി എടുത്തല്ലേ താൻ? സിദ്ധാർത്ഥ് അഭിമാനത്തോടെ ചോദിച്ചു. അപ്പോൾ നീലിമ പറഞ്ഞു. ഞാനൊന്നും ചെയ്തിട്ടില്ല. അവൻ നല്ല കഴിവുള്ള പയ്യനാണ്. അവന് ആരൊക്കെയോ ചേർന്ന് ഒതുക്കി കളഞ്ഞതാ. അതാ അവൻ അങ്ങനെ എങ്ങും എത്താതെ പോയത്. ജസ്റ്റ് അവനൊന്ന് പുഷ് ചെയ്യാൻ ഒരാളായിരുന്നു വേണ്ടിയിരുന്നത്. അത്രയും ഞാൻ ചെയ്തുള്ളൂ, നീലിമ പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥിന്റെ പുരികം വളഞ്ഞു. ആരവനെ വളർച്ച തടഞ്ഞിരുന്നത്? സിദ്ധാർത്ഥ് ആകാംക്ഷയോടെ ചോദിച്ചു. ഞങ്ങളുടെ ഓഫീസിലെ സാമലക്സ്, നീലിമ പറഞ്ഞു. അപ്പോഴും അവൾക്ക് സിദ്ധാർത്ഥിന്റെ കമ്പനിയിലാണ് താനിപ്പോൾ വർക്ക് ചെയ്യുന്നത് എന്നറിയില്ലായിരുന്നു. മാത്രമല്ല സിദ്ധാർത്ഥ് സൂര്യയുടെ കാര്യങ്ങളൊക്കെയും അസിസ്റ്റന്റ് വഴി അറിയുന്നുണ്ടെന്നും നീലിമ അറിഞ്ഞില്ല. അവൾ നിഷ്കളങ്കമായി അവനെ നോക്കി. അപ്പോൾ സിദ്ധാർത്ഥ് ചോദിച്ചു. സാമലക്സോ? അവനെന്ത് ചെയ്തു? സാമലക്സിനെ അവന് നേരത്തെ അറിയാമായിരുന്നത് പോലെയായിരുന്നു ആ ചോദ്യം. അത് കേട്ടപ്പോൾ നീലിമ അമ്പരപ്പോടെ അവനെ നോക്കി. അയാൾ അറിയാമോ? നീലിമ ചോദിച്ചു. സിദ്ധാർത്ഥ ഉടനെ ഒന്ന് പരിങ്ങി. എന്നിട്ട് പറഞ്ഞു. ഇല്ല, താനെപ്പോഴോ പറയുന്നത് കേട്ടിട്ടുണ്ട്, അങ്ങനെ അറിയാം. സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ തുടർന്നു. അയാളൊരു വൃത്തികെട്ടവനാ. അവനാ സൂര്യക്ക് വരുന്ന മിക്ക അവസരങ്ങളും തട്ടിയെടുക്കുന്നത്. അവന്റെ ഉദ്ദേശം വേറെ ചിലതാ. അത്ര വൃത്തികെട്ട ഒരുത്തനെ ഞാൻ എന്റെ കരിയറിൽ കണ്ടിട്ടില്ല. അവനൊക്കെ ഉണ്ടല്ലോ തല്ലിക്കൊല്ലണം. അവനെയൊക്കെ എന്തിനാണോ എന്തോ കമ്പനിയിൽ വെച്ചോണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ മെയിൻ MDക്ക് തീരെ ബോധമില്ലെന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ അവനെയും ആ കിരണിനെയും ഒക്കെ ആരെങ്കിലും ഇങ്ങനെ നിലനിർത്തുവോ? നീലിമ കൈകൊണ്ട് എന്തൊക്കെയോ ആക്ഷൻ കാണിച്ചുകൊണ്ടാണിത് പറഞ്ഞത്. അത് കേട്ട് സിദ്ധാർത്ഥ് അവളെ തന്നെ നോക്കി. അവളുടെ സംസാരം കേട്ട് മതി മറന്നിരുന്നതിനാൽ സിദ്ധാർത്ഥ് അവൾ പറഞ്ഞത് മുഴുവൻ കേട്ടിരുന്നില്ല. അവന്റെ നോട്ടം കണ്ട് നീലിമ പെട്ടെന്ന് സംസാരം നിർത്തി. അവന്റെ ഭാവം മാറിയത് കണ്ട് അവളുടെ മുഖവും തുടുത്തു വന്നു. ഇതെന്താ ഇങ്ങനെ നോക്കുന്നത്? മുമ്പ് കണ്ടിട്ടില്ലേ? നീലിമ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ സിദ്ധാർത്ഥ ജാളിതയോടെ നോട്ടം മാറ്റി. എന്നിട്ട് പറഞ്ഞു. ഞാനെന്തോ ഓർത്തു നിന്നു പോയതാ. അല്ല, മല്ലികാമ എവിടെ? സിദ്ധാർത്ഥ് ജാളിത പുറത്തറിയിക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം വിഷയം മാറ്റി. മല്ലികാമ മാർക്കറ്റിൽ പോയി, ഇപ്പൊ വരും. ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ? നീലിമ ചോദിച്ചു. ഇല്ല വേണ്ട, ഞാൻ മുറിയിൽ കാണും. എന്തേലും ഉണ്ടേൽ നീ വിളിച്ചാ മതി. എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. സിദ്ധാർത്ഥ അത്രയും പറഞ്ഞ ശേഷം ഉടനെ അവിടെ നിന്ന് മുകളിലേക്ക് പോയി. അവൻ ധൃതിയിൽ പോകുന്നത് കണ്ട നീലിമ ചിരിയോടെ അവനെ നോക്കി. പിറ്റേ ദിവസം ഓഫീസിലേക്ക് എന്ത് സംഭവിച്ചാലും പോവണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു നീലിമ. സമയം വൈകിയതുകൊണ്ട് അവൾ മുടിയൊക്കെ കാറിലിരുന്നാണ് ചെയ്കിയത്. അപ്പോഴാണ് അവൾക്ക് അറിയാത്ത നമ്പറിൽ നിന്നൊരു കോള് വന്നത്. നീലിമ ഫോൺ എടുത്തു നോക്കി. ഹലോ, നീലിമ പറഞ്ഞു. അപ്പോൾ മറുതലക്കിൽ നിന്നൊരാൾ സ്വയം പരിചയപ്പെടുത്തി. ഹലോ, നീലിമ മാഡം അല്ലേ? ഞാൻ സ്കൗട്ട്സ് ചാനലിൽ നിന്നാണ് വിളിക്കുന്നത്. നീലിമ അത് കേട്ട് വളരെ ഉത്സാഹത്തോടെ ചോദിച്ചു. അതെ, നീലിമയാണ്. എന്തായിരുന്നു വിളിച്ചത്? മാഡം, ഞങ്ങൾക്ക് സൂര്യയുടെ ഒരു ഡേറ്റ് വേണമായിരുന്നു. ഞങ്ങളുടെ പുതിയ ഷോയിലേക്ക് വേണ്ടിയാണ്, മറുവശത്ത് നിന്നയാൾ പറഞ്ഞു. നീലിമയ്ക്ക് അത് കേട്ട് വളരെ സന്തോഷം തോന്നി. സ്കൗട്ട്സ് വളരെ വലിയൊരു ചാനലാണ്. അതിൽ സൂര്യയുടെ ഒരു ഷോ വരിക എന്ന് പറയുന്നത് തന്നെ
അവനും തനിക്കും അഭിമാനമാണെന്ന് അവൾക്ക് തോന്നി. സൂര്യയ്ക്ക് ഒരു ലൈവ് ഷോയിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നത് ഇത് ആദ്യമായാണ്. മാത്രമല്ല, അവർ പറയുന്ന ഷോ ആണെങ്കിൽ വളരെ ഫേമസ് ആണ്. അതുകൊണ്ട് തന്നെ നീലിമയ്ക്ക് ആ കാര്യത്തിൽ കൂടുതൽ ആലോചിക്കാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ആണോ, സന്തോഷം, നീലിമ പറഞ്ഞു. അപ്പോൾ മറുതലക്കിൽ നിന്ന് പറഞ്ഞു, അല്ല മാഡം എന്താ മറുപടി പറയാൻ ഇത്ര സമയമെടുത്തത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ ഷോ ചെയ്യാൻ? അയാൾ ചോദിച്ചത് കേട്ട് നീലിമ ഉടനെ പറഞ്ഞു, ഏയ് ഒരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ വേറെ എന്തോ ആലോചിച്ചാണ്. അല്ല, നിങ്ങൾ എപ്പോഴത്തേക്കാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്? നീലിമ ചോദിച്ചു. എത്രയും വേഗം വേണമെന്നാണ് അയാൾ പറഞ്ഞു. അവർ രണ്ടുപേരും 1-2 ഡേറ്റുകൾ തമ്മിൽ പറഞ്ഞു. രണ്ടു കൂട്ടരും ഒരുപോലെ ഫ്രീ ആയിരിക്കുന്ന ഡേറ്റ് അതിലില്ലായിരുന്നു. ഒന്നുകിൽ സൂര്യയ്ക്ക് മറ്റെന്തെങ്കിലും ഷൂട്ടോ മറ്റോ ഉള്ള ദിവസങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചാനലിന് മറ്റ് പ്രോഗ്രാമുകളുള്ള ദിവസമായിരിക്കും. അങ്ങനെ പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ ദിവസം കിട്ടാതെ രണ്ടുപേരും കുറച്ചു നേരം ആലോചിച്ചു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ നീലിമ ചോദിച്ചു, ഇന്ന് നിങ്ങൾ ഫ്രീ ആണോ? അത് കേട്ട അയാൾ ഉത്സാഹത്തോടെ പറഞ്ഞു, അതെ, ഇന്ന് ഫ്രീ ആണ്. എന്നാ ഇന്ന് തന്നെ അങ്ങ് നടത്തിയാലോ ഷൂട്ട്? ഇന്നാവുമ്പോ സൂര്യയ്ക്ക് വേറെ പരിപാടികളൊന്നുമില്ല. സോ ഇന്ന് തന്നെ ആവും നല്ലത്, നീലിമ പറഞ്ഞു. ഓക്കെ മാഡം, എന്നാൽ ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ സെറ്റിൽ ചെയ്യട്ടെ. ലൊക്കേഷനും മറ്റും ഉടനെ അറിയിക്കാം. അയാൾ അത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും നീലിമ ഓഫീസിൽ എത്തിയിരുന്നു. അവൾ ഉത്സാഹത്തോടെ ഇറങ്ങിച്ചെന്നു. ഓഫീസിലെ സ്റ്റാഫുകളെല്ലാവരും അവളെ നോക്കി ഗുഡ് മോർണിംഗ് പറഞ്ഞു. നീലിമ അവരോട് തിരിച്ചും ഗുഡ് മോർണിംഗ് പറഞ്ഞ ശേഷം ക്യാബിനിലേക്ക് കയറി. ഉടനെ തന്നെ അവൾ സൂര്യയെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. സൂര്യ കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ തന്നെ ക്യാബിനിൽ വന്നു. സൂര്യ, എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? നീലിമ ചോദിച്ചു. കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പോകുന്നു, സൂര്യ പറഞ്ഞു. അത് കേട്ട് നീലിമ അവനെ തന്നെ നോക്കി. എന്താ പറഞ്ഞ്? അങ്ങനെയൊക്കെ പോകുന്നോ? എടാ, നീ ഞാൻ വന്നപ്പോ ഉള്ള ആളാണോ ഇപ്പോ ഉള്ളത്? നിന്റെ ബോഡിയും മാനറിസവും എല്ലാം പക്ക നായകനെ പോലെയൊക്കെ ആയി മാറി. അത്രയൊക്കെ മാറ്റം വന്നിട്ടും അങ്ങനെയൊക്കെ പോകുന്നല്ലേ? നീലിമ പറഞ്ഞു. ഏയ് അങ്ങനെയല്ല മാഡം, ഞാൻ വെറുതെ പറഞ്ഞതാണ്, നന്നായി പോകുന്നു, സൂര്യ പറഞ്ഞു. അത് കേട്ട് നീലിമ ചിരിച്ചു. ആ അത് പോട്ടെ, ഞാൻ നിനക്കൊരു ഗുഡ് ന്യൂസ് കൊണ്ടാ വന്നേക്കുന്ന്, നീലിമ പറഞ്ഞു. അവൾ പറയുന്നത് കേട്ട് സൂര്യ അവളെ തന്നെ നോക്കി. എന്ത് ഗുഡ് ന്യൂസ് ആണ് മാഡം? സൂര്യ ചോദിച്ചു. അത് സ്റ്റാർവുഡ് ചാനലില്ലേ, അവരുടെ ഒരു ഫേമസ് ഷോയിലേക്ക് നിന്നെ ക്ഷണിച്ചിട്ടുണ്ട്. സന്തോഷായില്ലേ? നീലിമ ഉത്സാഹത്തോടെ പറഞ്ഞു. എന്നിട്ട് സൂര്യയെ നോക്കി. സൂര്യയും വളരെ സന്തോഷത്തിലായിരുന്നു. അത് ഭയങ്കര ഫേമസ് ചാനലല്ലേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല, എപ്പോഴും മാഡം അതിന്റെ ഷൂട്ട് തുടങ്ങുന്നേ? സൂര്യ ചോദിച്ചു. ഇന്ന് തന്നെ, നീലിമ പുഞ്ചിരിയോടെ പറഞ്ഞു. ഇന്നോ? സൂര്യ വിശ്വാസം വരാതെ അവളെ നോക്കി. അവന് ശരിക്കും ഇതെല്ലാം അത്ഭുതമായി തോന്നി. സാം അലക്സിന്റെ കീഴിലിരുന്നപ്പോൾ ഒരു ചെറിയ പരസ്യം പോലും ചെയ്യാൻ അവന് കിട്ടിയിരുന്നില്ല. പക്ഷേ നീലിമ വന്നതിൽ പിന്നെ ഒരുപാട് വലിയ അവസരങ്ങൾ അവനെ തേടി വരുന്നു. ഒടുവിൽ ജോലികൾ പൂർത്തിയായപ്പോൾ വൈകുന്നേരമായിരുന്നു. നീലിമ സൂര്യയെ സ്റ്റാർവുഡ് ചാനലിലേക്ക് പറഞ്ഞുവിട്ട ശേഷം ഓഫീസിൽ തന്നെ തുടർന്നു. അവൾക്ക് ഓഫീസിൽ അല്പം കൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ഒടുവിൽ നീലിമയും ഓഫീസിൽ നിന്നിറങ്ങി സ്റ്റാർവുഡ് ചാനലിന്റെ ഓഫീസിലെത്തി. ലൊക്കേഷനെല്ലാം അവർ കൃത്യമായി നീലിമയ്ക്ക് അയച്ചിരുന്നു. നീലിമ ചാനലിൽ കയറി ചെന്നപ്പോൾ തന്നെ അവിടെ ഒരാളെ കണ്ട് ഞെട്ടി. അത് കിരൺ ആയിരുന്നു. അവൾക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി കിരണും സാം അലക്സും നടത്തിയ നാടകം ഓർമ്മ വന്നു. ഓഫീസിൽ വെച്ച് അതിനുശേഷം കിരണിനെ നേർക്കുനേർ കാണേണ്ട അധികം സന്ദർഭങ്ങളൊന്നും വന്നിരുന്നില്ല. അതുകൊണ്ട് സമാധാനമുണ്ടായിരുന്നു. ഇപ്പോൾ കിരണിനെ വീണ്ടും കണ്ടപ്പോൾ നീലിമയുടെ മനസ്സിൽ അന്നത്തെ രാത്രിയിലെ ഓരോ സംഗതികളും ഓർമ്മ വന്നു. അവന്റെ നോട്ടവും സംസാരവും ശരിയല്ലെന്ന് മനസ്സിലായിട്ടും പ്രതികരിക്കാൻ പറ്റാത്ത വിഷമത്തിലായിരുന്നു നീലിമ. അവൾക്ക് എങ്ങനെയെങ്കിലും അവന്റെ അരികിൽ നിന്നൊന്ന് പോയാൽ മതിയെന്നായിരുന്നു. അവളുടെ മുഖം ശ്രദ്ധിച്ചു കിരൺ പറഞ്ഞു. അല്ല, നീലിമയ്ക്ക് സുഖമല്ലേ? അന്ന് ആ റൂമിൽ നിന്ന് പോലീസ് പൊക്കിയതിൽ പിന്നെ എനിക്ക് വിശേഷങ്ങളൊന്നും അന്വേഷിക്കാൻ പറ്റിയില്ല. കിരൺ പരിഹാസത്തോടെയാണ് അത് പറഞ്ഞത്. നീ ഇന്ന് എവിടെയും പോണ്ട, എന്റെ കൂടെ വാ, ഇന്ന് ഫുഡ് എന്റെ വക നിനക്ക്, കിരൺ അധികാരത്തോടെ പറഞ്ഞു. നീലിമ അവന്റെ നേർക്ക് തുറച്ചു നോക്കി. എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല, ഒന്ന് പോകുന്നുണ്ടോ? നീലിമ പറഞ്ഞു. നമ്മൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ കൂടി വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു നിർദ്ദേശം വെച്ചത്. വന്നാൽ നിനക്ക് കൊള്ളാം. നീലിമ ഉടനെ അവന്റെ കയ്യിൽ ഒരു പിന്നെടുത്ത് കുത്തി. വേദനിച്ചപ്പോൾ കിരൺ അറിയാതെ അവളുടെ മേലുള്ള പിടിവിട്ടു. നീലിമ അവന്റെ അടുത്ത് നിന്നും ഉടനെ മാറി നിന്നു. എടി, കാണിച്ചു തരാൻ നിനക്ക് ഞാൻ, കിരൺ വാശിയോടെ കൈ തടവിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നും അല്പം മാറി
ഒരാൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ കിരണിനെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ ജ്വലിക്കുന്നുണ്ടായിരുന്നു. അത് സിദ്ധാർത്ഥായിരുന്നു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.